ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സിമ്പിൾ ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ അമ്മമാരും വീട്ടിൽ ചെയ്യുന്നൊരു റെസിപ്പി തന്നെയാണ്. പക്ഷെ ഞാനിത് എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു 4-5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങിയിട്ട് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഒരു മാഷർ വെച്ചിട്ട്. ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ പക്ഷേ അത് ചൂടോടെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. കാരണം അത് പൊടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ മാറും. എന്നിട്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള മുറിച്ചത് പൊടിയായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം കറിവേപ്പില അരിഞ്ഞതും ഒരു അല്പം മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരല്പം ഉപ്പും ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക. ഇപ്പോൾ ചൂടുള്ള കാരണം ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് ആക്കുന്നത്. ചൂടാറുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കൈ കൊണ്ട് കുഴച്ച് നല്ല ഇതാക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഇതെല്ലാം ഓരോ ബോളാക്കിയിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുക, ചപ്പാത്തി പരത്തുമ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഇടുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ചെയ്യുക എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ബോളാക്കി വയ്ക്കും. അപ്പോൾ ഏകദേശം എത്ര ബോളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കൂടാറുമില്ല, കുറയാറുമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചപ്പാത്തി ആക്കി നമ്മൾ മാവ് കുഴച്ചിട്ട് കറക്റ്റ് അതേപോലെ എത്ര മസാലയുടെ ബോളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചപ്പാത്തി ഞാൻ ബോളാക്കി വെച്ചിട്ട് പിന്നെ ചപ്പാത്തി പരത്തുകയാണ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്നെപ്പോലെ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ തലേ ദിവസം രാത്രി വേവിച്ചിട്ട് അങ്ങനെ ഇടും. അപ്പോൾ രാവിലെ നമുക്ക് ആ പണിയൊക്കെ അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ സവാള, ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്കത് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ചില ആളുകൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടി വഴറ്റിയിട്ട് ഈ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടും മസാല തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട, ഒരു പൂരിയുടെ വലിപ്പത്തിന് ഞാൻ ചപ്പാത്തി പരത്തിയിട്ടുള്ളൂ. അതിലേക്ക് ആ ബോൾ വെച്ചിട്ട് ഞാനത് നന്നായിട്ടൊന്ന് അടച്ചു. എന്നിട്ട് അത് പരത്തിയെടുക്കണം. അപ്പോൾ അധികം പ്രസ് ചെയ്തിട്ട് പരത്തൊന്നും വേണ്ട, വളരെ കുറഞ്ഞ് ബലം പ്രയോഗിച്ചാൽ മതി. വല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും, പിന്നെ പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് പൊടി ഇട്ടിട്ട് വളരെ പതുക്കെ എന്താ പറയുക പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ വലിയ ചപ്പാത്തി തന്നെ നമുക്ക് പരത്താൻ പറ്റും. വളരെ തിന്നായിട്ടുള്ളത് പരത്താൻ പറ്റും. അധികം കട്ടിയുള്ള ആലു പറാത്ത അത്രയും എനിക്ക് അത്രയും ഇഷ്ടമല്ല. അത് വളരെ തിന്നായിട്ട് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണതാണ് എനിക്കിഷ്ടം. എന്നിട്ട് നമുക്കതൊരു തവ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം നെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യിനൊരു പ്രത്യേക മണമാണ്. ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് പരത്തി തിരിച്ച് മറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരികയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ 1-2 ശരിക്കും പൊള്ളച്ചില്ല, പക്ഷേ നന്നായി പൊള്ളച്ചിട്ട് വന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നന്നായി പൊള്ളച്ചിട്ട് തന്നെ വന്നു. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് തയ്യാറാക്കി നോക്കണം. പിന്നെന്താ, ഇതെങ്ങനെയാണ് കണ്ടില്ലേ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു ചപ്പാത്തി മുറിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വരുന്നതെന്ന് കാണിച്ചു തരികയാണ്. കറക്റ്റ് അതിലിങ്ങനെ ജോയിൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ആലു പറാത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.